റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയുടെ ഭാര്യ നിഷ ജോസ് കെ മാണിയുടെ സ്ഥാനാർത്ഥിത്വം തള്ളാതെ മന്ത്രി റോഷി അഗസ്റ്റിൻ. നിഷയുടെ പ്രവർത്തനങ്ങൾ നോക്കിക്കാണുന്നവർ പൊതുരംഗത്ത് വരണമെന്ന് ചിന്തിക്കും. പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കേണ്ടയാളല്ല നിഷയെന്നും റോഷി അഗസ്റ്റിൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. മത്സര രംഗത്തിറങ്ങുന്ന കാര്യത്തിൽ പാർട്ടി ചെയർമാൻ നിലപാട് വ്യക്തമാക്കുമെന്നും റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കി. ജോസ് കെ മാണി പാലയിൽ മത്സരിക്കാതെ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ നിഷ ജോസ് കെ മാണി മത്സരിക്കാൻ പോകുന്നു. അതിനോട് താങ്കൾക്ക് താല്പര്യക്കുറവുണ്ട്. അതുകൊണ്ട് ജോസ് കെ മാണിയുടെ പേര് മുൻകൂട്ടി മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞതാണ് എന്ന തരത്തിൽ വരെ വിമർശനങ്ങൾ. എനിക്ക് എന്ത് എതിർപ്പ്? അവർ നല്ല നിലയിൽ സോഷ്യൽ ആയിട്ട് ഇടപെടുകയും പ്രവർത്തിക്കുകയും സാമൂഹിക സേവന രംഗത്തൊക്കെ പ്രവർത്തിച്ചു വരുന്നൊരു വ്യക്തിയാണല്ലോ. അല്ല, അവരങ്ങനെ മാർദ്ദിക്കുന്ന ഒരാളല്ലല്ലോ. അപ്പോൾ അവരുടെ പ്രവർത്തനത്തെ കാണുകയും കണ്ടറിയുകയും ചെയ്യുന്നവർ തീർച്ചയായിട്ടും ആ നിലയിൽ ചിന്തിച്ചാൽ എന്ത് തെറ്റു പറയാൻ പറ്റും? റഹീസ് റഷീദും ആദിൽ പാലോടും ചേരുന്നുണ്ട്. റഹീസ് റഷീദ്, റോഷി അഗസ്റ്റിൻ പറയുന്നതനുസരിച്ച് നിഷ ജോസ് കെ മാണി സാമൂഹിക മേഖലയിലൊക്കെ ഇപ്പോഴേ തന്നെ പ്രവർത്തിക്കുന്നയാളാണ്. അങ്ങനെ ചില ആളുകൾ അവർ വരണമെന്ന് പറഞ്ഞാൽ ആർക്ക് തെറ്റു പറയാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. പക്ഷേ മത്സരിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം പാർട്ടി ചെയർമാൻ എടുക്കും എന്നാണല്ലേ റോഷി പറയുന്നത്. റഹീസ്, അതിന്റെ അർത്ഥം നിഷ പാലായിൽ മത്സരിക്കും എന്നുള്ള വാർത്ത പൂർണ്ണമായിട്ടും നിഷേധിക്കേണ്ടതില്ല എന്നതാണോ? അരുൺകുമാർ, ഇതിനകത്തെ രാഷ്ട്രീയം, റോഷി അഗസ്റ്റിന് നിഷ ജോസ് സജീവ പൊതുപ്രവർത്തന രംഗത്തിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ പാർട്ടി നേതൃനിരയിൽ പാലയിൽ LDF സ്ഥാനാർത്ഥിയായി വരുന്നതിനോട് റോഷി അഗസ്റ്റിന് പൂർണ്ണമായി എതിർപ്പാണ് എന്ന തരത്തിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചകൾ ഉണ്ടായത്. അതായത് മാണിയുടെ കുടുംബത്തിന് നിഷ ജോസ് കെ മാണിയെ സജീവമായ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരാൻ താല്പര്യമുണ്ട്. പാലയിൽ സ്ഥാനാർത്ഥിയാക്കാനുള്ള ആലോചനകൾ പോലും പാർട്ടിക്കകത്ത് നടക്കുന്നുമുണ്ട്. ഈ സമയത്ത് ഒരു വിലങ്ങുതടി റോഷി അഗസ്റ്റിനാണ്. കാരണം ജോസ് കെ മാണി കഴിഞ്ഞാൽ പാർട്ടിയുടെ നേതൃപദവിയിൽ ഒന്നാമത് നിൽക്കുന്നയാള്, അല്ല, ജോസ് കെ മാണി കഴിഞ്ഞാൽ ഒന്നാമത് നിൽക്കുന്നയാള് റോഷി അഗസ്റ്റിനാണ്. നിഷ വന്നാൽ ആ സ്ഥാനം കൂടി പോകും എന്നൊരു പ്രശ്നം റോഷി അഗസ്റ്റിനുണ്ട് എന്നതായിരുന്നു ചർച്ചകൾക്ക് കാരണം. പക്ഷേ നിഷ ജോസ് കെ മാണി പാർട്ടിയുടെ നേതൃപദവിയിൽ വരുന്നതിൽ തനിക്കൊരെതിർപ്പുമില്ല എന്നാണ് ഒരു സംശയത്തിനും ഇടയില്ലാതെ റോഷി അഗസ്റ്റിൻ പറയുന്നത്. ചോദ്യം, നമ്മൾ പാലയിൽ നിഷ മത്സരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അവരുടെ പൊതുപ്രവർത്തനം കണ്ടിട്ട് അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റില്ല എന്ന മറുപടി കൂടി അദ്ദേഹം നൽകുന്നത് നിഷയുടെ സ്ഥാനാർത്ഥിത്വം പൂർണ്ണമായും തള്ളുന്നില്ല. പലതരത്തിലുള്ള ചർച്ച ആ പാർട്ടിക്കകത്ത് നടക്കുന്നുണ്ട്. ജോസ് കെ മാണിക്ക് പാലയിൽ മത്സരിക്കാൻ ചില ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിന് ഉണ്ട് എന്ന തരത്തിൽ പാർട്ടി നേതാക്കൾ പറയുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഒന്നല്ലെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ പൂർണ്ണമായും മാറി നിൽക്കും, അതല്ലെങ്കിൽ കടുത്തുരുത്തിയിലേക്ക് മാറും എന്നതൊക്കെയാണ് പാർട്ടിക്കകത്തെ ചർച്ച. അങ്ങനെ വന്നാൽ കെ എം മാണിയുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ തന്നെ പാലയിൽ മത്സരിക്കണം എന്ന നിലപാടാണ് പാർട്ടിക്കുള്ളത്. ജോസ് കെ മാണി കടുത്തുരുത്തിയിലേക്ക് മാറുകയോ അതല്ലെങ്കിൽ രാജ്യസഭാ MP എന്ന സ്ഥാനത്ത് തുടരുകയോ ചെയ്താൽ നിഷ ജോസ് കെ മാണിയുടെ രംഗപ്രവേശനം കേരള കോൺഗ്രസിൽ ഒരുപക്ഷെ കാണേണ്ടി വരും. അത് പാലയിൽ അവർ നിയമസഭയിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചായിരിക്കും രംഗത്ത് വരിക. സജീവമായ പൊതുപ്രവർത്തന രംഗത്ത് വർഷങ്ങളായി നിഷ ജോസ് കെ മാണിയുണ്ട്. ക്യാൻസറിനെതിരായ പ്രവർത്തനങ്ങൾക്കടക്കം അവർ സജീവമായി പ്രവർത്തന രംഗത്തുണ്ട്. പാലയിലും കടുത്തുരുത്തിയിലും ഏറ്റുമാനൂരിലും പൂഞ്ഞാറിലുമൊക്കെ പലതരത്തിൽ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുമായി അവർ രംഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വനിതാ സ്ഥാനാർത്ഥി അവിടെ വരുന്നത് കേരള കോൺഗ്രസിന്റെ എമ്മിന്റെ കയ്യിൽ ആ സീറ്റ് തിരിച്ചു പിടിക്കാൻ നല്ലതാണ് എന്ന അഭിപ്രായം കൂടി പാർട്ടിക്കുണ്ട്. അപ്പോഴാണ് റോഷി അഗസ്റ്റിന്റെ പച്ചക്കൊടി കൂടി നിഷയ്ക്ക് കിട്ടിയിരിക്കുന്നത്. ആദിൽ പാലോടാണ് ഈ വാർത്ത ആദ്യം ബ്രേക്ക് ചെയ്യുന്നത്. നിഷ ജോസ് കെ മാണി പാലായിൽ മത്സരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള വിവരമാണ് നമുക്കൊപ്പം ആദിൽ പാലോട് ആദ്യം പങ്കുവച്ചത്. ആദിലിന്റെ വാർത്ത ഇപ്പോൾ ശരിയാകുമോ എന്നുള്ളത് അറിയണമെങ്കിൽ കാത്തിരിക്കണം. പക്ഷേ അത് ആ സാധ്യത ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് റോഷി അഗസ്റ്റിന്റെ വാക്കുകളിൽ വായിച്ചാൽ മനസ്സിലാവുന്നത്. ആദിൽ പാലോട്, നമ്മൾ നിഷ ജോസ് കെ മാണിയുമായി സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം അവരതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നുണ്ട്. ഞാനിപ്പോൾ മത്സരിക്കാനില്ല എന്ന് പരോക്ഷമായി പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും പാർട്ടി സജീവമായി തന്നെ പരിഗണിക്കുന്നുണ്ട്. പാലായിൽ നിഷ ജോസ് കെ മാണിയെ രംഗത്തിറക്കുക, കടുത്തുരുത്തിയിലേക്ക് ജോസ് കെ മാണി പോകുമോ എന്നുള്ളൊരു ചോദ്യവുമൊക്കെ ബാക്കി നിൽക്കുന്നു. പാലാ പിടിക്കാനുള്ള തന്ത്രം ഫലം കാണുമോ? നിഷയെ പാലായിൽ ഇറക്കാനുള്ള സാധ്യത ഇപ്പോഴും എത്രത്തോളമുണ്ട്? അതിൽ അവസാനവട്ട ചർച്ചകളിലും നിഷ ജോസ് കെ മാണി തന്നെ മത്സരിക്കണമെന്നാണ് ചെയർമാനോട് അടുത്തു നിൽക്കുന്ന ജോസ് കെ മാണിയുമായി അടുത്തു നിൽക്കുന്ന വൃത്തങ്ങൾ നൽകുന്ന സൂചന.
മാണി സാറിൻ്റെ കുടുംബത്തിൽ നിന്നുള്ള ഒരാൾ തന്നെ പാലായിൽ മത്സരിക്കട്ടെ. മറ്റൊന്ന്, ഒരു വനിതാ സ്ഥാനാർത്ഥി എന്ന നിലയിൽ സ്ത്രീകളുടെ കൂടുതൽ വോട്ടുകൾ ലഭിച്ചാൽ ജയസാധ്യതയുണ്ട്, ആ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസമാണ് കേരള കോൺഗ്രസ് എമ്മിലെ ഒരു വിഭാഗത്തിനുള്ളത്. റോഷിയുടെ പ്രതികരണത്തിലെ മറ്റൊരു രാഷ്ട്രീയം, റോഷി ഇപ്പോൾ പറയുന്നത് ഒരു പ്രശ്നവുമില്ല, അവർ വരട്ടെ എന്നാണ്. പക്ഷേ ആദ്യഘട്ടത്തിൽ ഇത് തടുക്കാനും പ്രതിരോധിക്കാനുമുള്ള ചില നീക്കങ്ങൾ റോഷിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് കേരള കോൺഗ്രസ് എമ്മിലെ മറുവിഭാഗം കരുതുന്നുണ്ട്. ഇപ്പോൾ റോഷി പറയുന്നത് ഈ പിന്തുണ നൽകുന്നതും ഒരു പക്ഷേ സ്ഥാനാർത്ഥിയായി വരികയാണെങ്കിൽ, അന്തിമ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഒരു തീരുമാനം വരികയാണെങ്കിൽ റോഷിയുടെ കൂടി പിന്തുണയോടെ നിഷ വന്നു എന്ന രൂപത്തിലുള്ള വ്യാഖ്യാനത്തിലേക്കാണ്. അപ്പോൾ വരുമ്പോൾ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. ഏതായാലും റോഷിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള എതിർപ്പോ പ്രതിരോധമോ ഇക്കാര്യത്തിൽ ഉണ്ടാകുമോ എന്നതായിരുന്നു സംശയം. റോഷി പരസ്യമായി തന്നെ പറഞ്ഞ സ്ഥിതിക്ക് നിഷ ജോസ് കെ മാണിയുടെ പേരിന് സാധ്യത കൂടുകയാണ്. നിഷ ജോസ് കെ മാണിയാണ് സ്ഥാനാർത്ഥിയെങ്കിൽ വിജയം ഉറപ്പെന്ന് കേരള കോൺഗ്രസ് എം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. വരും. താങ്ക് യു. ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്. നിഷ ജോസ് കെ മാണി പാലായിൽ മത്സരിക്കുമോ എന്നുള്ളതാണ് ഇപ്പോഴും ആ സാധ്യത നമുക്ക് പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ കഴിയില്ല. ആദിൽ പാലോടും റാഹി റഷീദുമാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേർന്നത്. പ്രിയപ്പെട്ട